പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വീട്ടിൽ വെച്ച് വീണ് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വരുന്നു. തലയിൽ മുറിവേറ്റ് ചോരയൊലിക്കുന്ന ചിത്രങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. നെറ്റിയുടെ മധ്യഭാഗത്താണ് പരിക്കേറ്റിരിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ കണ്ണടച്ച് കിടക്കുന്ന നിലയിലാണ് മമതയുടെ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയാണ് അവരെ ആശുപത്രിയിലെത്തിച്ചതെന്നാണ് വിവരം. എങ്ങനെയാണ് പരിക്കേറ്റത് എന്നതു സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസോ നേതാക്കളോ വ്യക്തമായി ഒരു മറുപടി നൽകിയിട്ടില്ല. അതേസമയം മമതയുടെ സഹോദരൻ പറയുന്നത് അവർ കാളിഘട്ടിലെ വീട്ടിൽ വീണുവെന്നാണ്. ദക്ഷിണ കൊൽക്കത്തയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷമാണ് മമത വീട്ടിൽ വെച്ച് വീണത്. എന്നാൽ മമതക്ക് പെട്ടെന്ന് ഭേദമാകട്ടെയെന്ന് ആശംസിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എക്സിൽ ഇട്ട പോസ്റ്റിൽ പറയുന്നത് റോഡപകടമുണ്ടായതെന്നാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിക്ക് റോഡപകടം നേരിട്ടതിൽ അതിയായ ആശങ്കയുണ്ട്. അവർക്ക് വേഗം ഭേദമാകട്ടെയെന്ന് ആശംസിക്കുന്നു, അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. അതിനിടെ മമതയുടെ ചിത്രം TMC പുറത്തുവിട്ടിരുന്നു. നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്ന ചിത്രമാണ് പുറത്തുവിട്ടത്. ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. വീട്ടിൽ വെച്ച് വീണതാണ് പരിക്കിന് കാരണമെന്നാണ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെയർപേഴ്സൺ മമതാ ബാനർജിക്ക് ഗുരുതര പരിക്കേറ്റു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. എക്സിൽ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയാണ് കുറിച്ചത്. രക്തസമ്മർദ്ദം കുറഞ്ഞ് വീണതോടെയാണ് മമതാ ബാനർജിക്ക് പരിക്കേറ്റത്. നെറ്റിയിൽ ആഴത്തിലുണ്ടായ പരിക്കിൽ തുന്നലുണ്ടെന്നാണ് റിപ്പോർട്ട്. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ മമത ബാനർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പ്രാർത്ഥിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് റിപ്പോർട്ടുണ്ടായിരുന്നു. പാർട്ടി മേധാവി ഹരീഷ് ചാറ്റർജിയുടെ വസതിയിൽ നിന്നും ഒരു പരിപാടിക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് TMC വൃത്തങ്ങൾ അറിയിച്ചത്. മമത ഡ്രോയിങ് റൂമിൽ നടക്കുമ്പോൾ പെട്ടെന്ന് തെന്നി താഴെ വീണു. അവരുടെ തല ഒരു ഗ്ലാസ് ഷോക്കേസിൽ ഇടിച്ചു. ഇത് അവരുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവിനും ധാരാളം രക്തസ്രാവത്തിനും ഇടയാക്കി. ഒരു മുതിർന്ന TMC നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അപകടം നടക്കുമ്പോൾ മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും വീട്ടിലുണ്ടായിരുന്നു. അപകടത്തിന് മുൻപ് മുൻ മന്ത്രി സുബ്രത മുഖർജിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യാൻ മമത എഗ്ദാലിയ എവർഗ്രീൻ ക്ലബിലെ ഗരിയാഹട്ടിൽ പോയിരുന്നു. ഈ വർഷം ഇത് 2ാം തവണയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി വലിയ അപകടത്തിൽപ്പെടുന്നത്. ജനുവരി 24-ന് കിഴക്കൻ ബർദ്വാനിലെ പര്യടനത്തിനിടെ ഒരു വാഹനാപകടത്തിൽ നിന്നും അവർ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ബർദ്വാനിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച ശേഷം ബാനർജി കൊൽക്കത്തയിലേക്ക് മടങ്ങുകയായിരുന്നു. ബർദ്വാൻ നഗരത്തിന് സമീപം ബാനർജിയുടെ ഡ്രൈവർ വാഹനത്തിൻ്റെ ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് മമതയുടെ തല ഡാഷ്ബോർഡിൽ ഇടിച്ചാണ് പരിക്കേറ്റത്.